പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ലിലിയം അഥവാ ലില്ലിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലിലിയം ഒരു വിദേശി ചെടിയാണ്. വലിയ പട്ടണങ്ങളിലും ഹോട്ടലുകളിലും അലങ്കാരത്തിനായി ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇതിന് വളരെയധികം ഡിമാൻഡുണ്ട്. ശരിയായ രീതിയിൽ കൃഷി ചെയ്താൽ വളരെയധികം ലാഭം നേടാവുന്ന ഒരു പൂ കൂടിയാണ് ലിലിയം. സാധാരണയായി ലില്ലി എന്നറിയപ്പെടുന്ന ലിലിയത്തിൻ്റെ സയൻറ്റിഫിക് നെയിം ലിലിയം എന്നാണ്. ഇത് ലില്ലിയേസിയെ ഫാമിലിയിൽ ഉൾപ്പെടുന്നു. ലോക കട്ട് ഫ്ലവർ മാർക്കറ്റിൽ 4ാം സ്ഥാനം അലങ്കരിക്കുന്ന ഒരു കട്ട് ഫ്ലവർ കൂടിയാണ് ലില്ലി. പല നിറങ്ങളിലും പല വലിപ്പത്തിലും മിക്കവാറും എല്ലാ ഗാർഡനിലും യോജിക്കുന്നതിനാൽ ഇതിനെ ക്യൂൻ ഓഫ് ഗാർഡൻ അഥവാ ഗ്രാൻഡേ ഡെയിം ഓഫ് ഗാർഡൻ എന്നും അറിയപ്പെടുന്നു. ലിലിയം വളരെ ഹാർഡിയായ ഒരു ചെടിയാണ്. -4 ഡിഗ്രിയിൽ വരെ നിലനിൽക്കാൻ ഇതിന് സാധിക്കുന്നു. വളരെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമേ നമുക്ക് ഈ കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ബൾബിൽ നിന്ന് ചെടിയിൽ നിന്ന് പൂവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ആയതിനാൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഈ കൃഷി ചെയ്യാൻ സാധിക്കുക. ലോകത്തിൽ നോക്കുകയാണെങ്കിൽ നെതർലാൻഡ്സ് ആണ് ലീഡിംഗ് പ്രൊഡ്യൂസർ. ഈ കൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നെതർലാൻഡ്സിലാണ്. പിന്നെ ഇസ്രായേൽ, USA, സൗത്ത് ആഫ്രിക്ക, ജപ്പാൻ, ചിലി, ഇറ്റലി, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും ലില്ലി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്കറിയാലോ തണുപ്പ് എവിടെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞൊക്കെ മൂടി കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹിമാചൽ പ്രദേശിൽ, അതായത് ഹിമാലയത്തിനടുത്തുള്ള സ്ഥലങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത്. ആ ഭാഗങ്ങളിൽ തന്നെയാണ് ലില്ലി കൃഷി നന്നായി ചെയ്യുന്നത്. അതായത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഞ്ചൽ, ഉത്തരാഖണ്ഡ് എന്നീ സ്ഥലങ്ങളിലാണ് ലില്ലി കൃഷി ചെയ്തു വരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത സ്ഥലമായ ഊട്ടിയിലും നീലഗിരി ആ ഭാഗങ്ങളിലും ചെറിയ തോതിൽ ലില്ലി കൃഷി ചെയ്തു വരുന്നുണ്ട്. പ്രധാനമായും 2 തരം ലില്ലിയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നത്. ഏഷ്യാറ്റിക് ലില്ലിയും ഓറിയൻ്റൽ ലില്ലിയും. മറ്റൊരിനമായ ലോഞ്ചിഫ്ലോറം ലില്ലി വളരെ കുറച്ച് മാത്രമേ കൃഷി ചെയ്യാറുള്ളൂ. ഇതിൽ ഏഷ്യാറ്റിക് ലില്ലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് താരതമ്യേന ഹൈറ്റ് കുറവാണ്. പ്ലാന്റ്സിന് 80 മുതൽ 90 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഈ ചെടികൾ വരാറുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കും ഇത്. അതായത് 10-13 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പൂക്കൾ തരും. പിന്നെ ഇതിൻ്റെ പൂക്കൾക്ക് മണം ഇല്ലാത്ത പൂക്കളാണ്. അതായത് ഇതിന് മണമില്ല, പക്ഷെ ഇതിന് വളരെ ആകർഷണീയമായ നല്ല വെറൈറ്റി കളേഴ്സിൽ ഈ ഏഷ്യാറ്റിക് ലില്ലി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫ്ലവറിൻ്റെ സൈസും താരതമ്യേന കുറവാണ്. പിന്നെ അതുപോലെ ഇലയാണെങ്കിലും അതെ, സൈസ് നേരമായിട്ടുള്ള ലീവ്സാണ്, സൈസും കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കമ്പാരിറ്റീവ്ലി വില കുറവാണ് ഇതിന് ലഭിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചാണെങ്കിൽ ഏഷ്യാറ്റിക് ലില്ലി നമുക്ക് വളർത്താൻ വളരെ എളുപ്പമാണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ കണ്ടീഷനിലും ഏഷ്യാറ്റിക് ലില്ലി നമുക്ക്, അതായത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ഓപ്പൺ കണ്ടീഷനിലും നമുക്ക് ഏഷ്യാറ്റിക് ലില്ലി വളർത്തിയെടുക്കാവുന്നതാണ്. എന്നാൽ ഓറിയൻ്റൽ ലില്ലിക്ക് സംബന്ധിച്ച് ഹൈറ്റ് ഇച്ചിരി കൂടെ താരതമ്യേന 110 മുതൽ 120 സെൻറ്റിമീറ്റർ വരെ ഇതിന് ഹൈറ്റ് വരാറുണ്ട്. ഫ്ലവേഴ്സ് കുറച്ചും കൂടെ ലേറ്റായിട്ടാണ് ഫ്ലവർ ചെയ്യുക. അതായത് 14 മുതൽ 19 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക. നല്ല മണമുള്ള ഫ്ലവറാണ്. പിന്നെ വലിയ പൂക്കളാണ്. ചെടികളും താരതമ്യേന വലുതാണ്. ഇലയൊക്കെ താരതമ്യേന വലുതാണ്. മാർക്കറ്റിൽ ഏഷ്യാറ്റിക് ലില്ലിയേക്കാൾ കുറച്ച് വില കൂടുതൽ ഇതിന് കിട്ടും. പക്ഷേ കൃഷി രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഇതിനെ കൃഷി ചെയ്ത് എടുക്കാനായിട്ട്. ഫ്ലവേഴ്സിന് നല്ല സ്മെല്ലുണ്ടായിരിക്കും. പിന്നെ ലോഞ്ചിഫ്ലോറം ലില്ലിയെ സംബന്ധിച്ചാണെങ്കിൽ ലേറ്റ് ആയിട്ടാണ് ഫ്ലവർ ചെയ്യുക. ഏകദേശം 14 തുടങ്ങി 17 ആഴ്ച എടുക്കും ഫ്ലവർ ചെയ്യാനായിട്ട്. വലിയ പൂക്കളാണ്. പക്ഷെ പൂക്കളുടെ ഷേപ്പ് മറ്റ് രണ്ടിനും സോസർ ഷേപ്പാണെങ്കിൽ ഇതിന് ട്രംപറ്റ് ഷേപ്പാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പൂക്കൾക്കും മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നത് വളരെ
വളരെ കുറവാണ്. ഇനി നമുക്ക് ലിലിയത്തിലെ വെറൈറ്റീസിനെ പരിചയപ്പെടാം. ഏഷ്യാറ്റിക് ലില്ലിയിൽ പോപ്പുലർ ഇനങ്ങളാണ് ഡ്രീം ലാൻഡ്, ബ്രൂണല്ലോ, നവോണ, കണക്റ്റിക്കട്ട് കിങ്, ഗ്രാൻഡ് പാരഡിസോ, എലൈറ്റ്, സോളമിനോ, പോളിയാനോ, പ്രാറ്റോ തുടങ്ങിയവ. ഇതിൽ ഡ്രീം ലാൻഡും നവോണയും നല്ല വെള്ള കളറിലാണ്, ബ്രൂണല്ലോ ഓറഞ്ച് കളറിലുള്ളതാണ്. ഇതുകൂടാതെ ഐലൈനർ, എമെരിറ്റസ്, ടംബോറോ എന്നീ ഇനങ്ങളാണ് ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്നത്. ഓറിയൻ്റൽ ലില്ലിയിലെ പ്രമുഖ ഇനങ്ങളാണ് വൈറ്റ് സ്റ്റാർ ഗേസർ, പിങ്ക് സ്റ്റാർ ഗേസർ, മാർക്കോ പോളോ, മീറോ സ്റ്റാർ, സൈബേറിയ, കാസാബ്ലാങ്ക തുടങ്ങിയവ. ഇതുകൂടാതെ ഓറിസോഗ മില്ലിസോമ എന്നൊരിനം ഇന്ത്യയിൽ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ലോഞ്ചിഫ്ലോറം ലില്ലിയത്തിലെ പ്രധാന ഇനങ്ങളാണ് വൈറ്റ് യൂറോപ്പ്, സ്നോക്യൂൻ തുടങ്ങിയവ. ഇതുകൂടാതെ ചില ഹൈബ്രിഡ് ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നുണ്ട്. ടൈഗർ ലില്ലി എന്ന ഹൈബ്രിഡ് ഇന്ത്യയിൽ ധാരാളമായി കൃഷി ചെയ്യുന്നു. സംരക്ഷിത ഗൃഹത്തിനകത്ത് ലില്ലി വളർത്തുമ്പോൾ അനുയോജ്യമായ കാലാവസ്ഥാ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈറ്റ് അഥവാ വെളിച്ചം. വളരെ കുറഞ്ഞ ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് ഇതിന് വേണ്ടത്. ഏകദേശം 2000 മുതൽ 3000 ഫുട്ട് കാൻഡിൽസ് ലൈറ്റ് വരെയാകാം. സമ്മർ സീസണിൽ ലൈറ്റ് കുറയ്ക്കുന്നതിനായി 50 മുതൽ 75% വരെ ഷെയ്ഡ് നെറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ പൂക്കൾ മുരടിക്കാനും ചെടിയിൽ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടാകാനും ഇടയാക്കുന്നു. അടുത്തതായി ടെമ്പറേച്ചർ അഥവാ താപനില. പകൽ സമയത്ത് 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രി കാലങ്ങളിൽ 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് അനുയോജ്യമായ താപനില. ചൂട് പകൽ സമയത്ത് വളരെ കൂടുകയും എന്നാൽ രാത്രി കാലങ്ങളിൽ ചൂട് വളരെ കുറയുകയും ചെയ്യുന്നത് ചെടിയുടെ ഉയരം കുറയ്ക്കാനും ഇലയുടെ എണ്ണം കുറയ്ക്കാനും സ്കോർച്ചിങ്ങിനും ഇടയാക്കുന്നു. ഏകദേശം 80 മുതൽ 85% ആർദ്രത പോളി ഹൗസിനുള്ളിൽ ആവശ്യമാണ്. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് ഇഞ്ചക്ഷൻ നടത്തുന്നതും നല്ലതാണ്. ഇനി നമുക്ക് ലിലിയത്തിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് പഠിക്കാം. ആദ്യമായി ലിലിയത്തിൻ്റെ വളർച്ചാ മാധ്യമം എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണാണ് ലിലിയം കൃഷിക്ക് യോജിച്ചത്. 6 മുതൽ 7 വരെ pH ആണ് ഏഷ്യാറ്റിക് ലില്ലിക്ക് അനുയോജ്യം. എന്നാൽ കുറച്ച് താഴ്ന്ന, അതായത് 5.5 മുതൽ 6.5 വരെയുള്ള pHലും ഓറിയൻ്റൽ ലില്ലി കൃഷി ചെയ്യാറുണ്ട്. ചട്ടിയിൽ വളർത്തുമ്പോൾ മാധ്യമം തയ്യാറാക്കുമ്പോൾ പീറ്റ് മണ്ണ് എന്നിവ തുല്യമായ അളവിൽ, അതായത് 1:1 എന്ന അളവിലെടുത്താണ് നമ്മൾ ലില്ലി നടുന്നത്. എന്നാൽ പീറ്റ് പെർലൈറ്റ്, സോയിൽ എന്നിവയാണ് എടുക്കുന്നതെങ്കിൽ മൂന്നും തുല്യമായ അളവിൽ, അതായത് 1:1:1 എന്ന അളവിലും എടുക്കുന്നു. മണ്ണിലെ ലവണങ്ങളുടെ അളവ് കൂടിയാൽ അത് ചെടിയുടെ വളർച്ചയെ ഹാനികരമായി ബാധിക്കുന്നു. സാധാരണയായി ലില്ലിയം കൃഷി ചെയ്യുമ്പോൾ ബൾബ് ആണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ വിത്തിൽ നിന്നും ബൾബ്ലെറ്റ്സിൽ നിന്നും പുതിയ ചെടികൾ വളർത്താറുണ്ട്. പക്ഷേ ഇവയെല്ലാം പൂവിടാൻ ഒരുപാട് താമസം നേരിടാറുണ്ട്. സാധാരണ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ വെറൈറ്റി പറഞ്ഞപ്പോഴും, അതായത് ഏഷ്യാറ്റിക്കും ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് പൂവ് ഉണ്ടാവാനായിട്ട് 3 മാസം അല്ലെങ്കിൽ മാക്സിമം 4 മാസമാണ് എടുക്കുക. പക്ഷേ വിത്തിൽ നിന്നുണ്ടാക്കുന്ന ചെടികളാണെങ്കിൽ അവ പൂവിടാൻ 5 വർഷം വരെ എടുക്കുന്നുണ്ട്. പക്ഷേ പിന്നെ എന്തിനാണ് നമ്മൾ വിത്തിൽ നിന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പുതിയ വെറൈറ്റീസ്, അതായത് നമ്മൾ ബ്രീഡിംഗ് ഒക്കെ ചെയ്ത് പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ രീതി, അതായത് വിത്ത് വഴി പ്രജനനം ചെയ്യാറുള്ളൂ. അല്ലാതെ നമ്മൾ കമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ബൾബിൽ നിന്നാണ്, അതായത് ബൾബാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ലിലിയം നടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ഭൂമി നന്നായി കിളച്ച് മറിക്കുക. അതിനുശേഷം ടില്ലർ ഉപയോഗിച്ച് നല്ലവണ്ണം 2 തവണ ഉഴുകുക. ധാരാളം ജൈവവളം ചേർക്കുക. തവിട്, കാലിവളം, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവ ലഭ്യതയ്ക്കനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഫോർമലിൻ ഉപയോഗിച്ച് മണ്ണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളൊരു ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുമ്പോൾ സ്റ്റെറിലൈസേഷൻ അത്യാവശ്യമില്ല. എന്നാൽ
തുടർച്ചയായി ഒരു ഭൂമിയിൽ തന്നെ കൃഷി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പോളി ഹൗസുകളിൽ കൃഷി ചെയ്യുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വീണ്ടും കൃഷി ചെയ്യുന്നത്. അതിനാൽ മണ്ണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു കുമിൾനാശിനി ഉപയോഗിച്ച് മണ്ണ് ഡ്രെഞ്ചിങ് ചെയ്യുന്നത് നല്ലതാണ്. ബാവിസ്റ്റിൻ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു ശേഷം ആവശ്യാനുസരണം ബെഡുകൾ എടുക്കേണ്ടതാണ്. ബെഡുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബെഡുകൾ തമ്മിൽ 15 സെൻറ്റിമീറ്റർ അഥവാ അര അടി അകലം പാലിക്കേണ്ടതാണ്. ബെഡുകളുടെ ഉയരം 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ബെഡുകളുടെ വീതി 60 മുതൽ 1 മീറ്റർ വരെ ആകാവുന്നതാണ്. നീളം നമ്മളുടെ പോളി ഹൗസിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഇതിന് ശേഷം ഒരാഴ്ച ഫീൽഡ് നല്ലവണ്ണം നനച്ചിടേണ്ടതാണ്. അതിന് ശേഷമാണ് ബൾബുകൾ നടേണ്ടത്. ബൾബുകൾ 20 മുതൽ 25 സെൻറ്റിമീറ്റർ ആഴത്തിൽ നടാവുന്നതാണ്. ബൾബുകൾ നടേണ്ട അകലം, ബൾബുകളുടെ സൈസ്, മണ്ണ്, കാലാവസ്ഥ, ഇനങ്ങളുടെ തരം എന്നിവ അനുസരിച്ച് മാറുന്നതാണ്. അതിൻ്റെ ഒരു ടേബിൾ താഴെ ചേർക്കുന്നുണ്ട്. അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ലിലിയത്തിൻ്റെ ഫെർട്ടിഗേഷൻ അഥവാ ജലസേചനത്തോടൊപ്പമുള്ള വളപ്രയോഗത്തെക്കുറിച്ച് പഠിക്കാം. ലിലിയത്തിൻ്റെ വേരുകൾ മുകളിലത്തെ ലെയറിലാണ് കൂടുതലായി കാണുന്നത്. ആയതിനാൽ അത് ഈർപ്പമുള്ളതായി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥ, ചെടിയുടെ വലിപ്പം എന്നിവ അനുസരിച്ച് 6 മുതൽ 10 ലിറ്റർ വരെ വെള്ളം മീറ്റർ സ്ക്വയർഡിന് ആവശ്യമാണ്. അതുപോലെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ EC 0.5 മില്ലി സീമെൻസ് പെർ സെൻറ്റിമീറ്ററിനേക്കാളും കുറവായിരിക്കേണ്ടതാണ്. ദിവസവും രാവിലെ നനയ്ക്കുന്നത് ചെടിക്ക് നല്ലതാണ്. ആഴ്ചയിലൊരിക്കൽ കാൽഷ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ് എന്നിവ 1.1 എന്ന അനുപാതത്തിലോ 2.1 എന്ന അനുപാതത്തിലോ കൂട്ടിക്കലർത്തി 3.6 കിലോ 1000 ലിറ്റർ വെള്ളത്തിൽ എടുത്ത് ഡ്രിപ്പ് വഴി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 19-19-19 മിക്സ്ചറോ 14-14-14 മിക്സ്ചറോ ആഴ്ചയിലൊരിക്കൽ വേണമെങ്കിൽ ഡ്രിപ്പ് വഴി കൊടുക്കാവുന്നതാണ്. വളം ചെടിയുടെ ഭാഗങ്ങളിൽ തട്ടാതെ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ചെടിക്ക് ചീച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് നൈട്രോജനസ് ആയിട്ടുള്ള വളങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സാധാരണയായി ലിലിയത്തിന് 30:20:20 ഗ്രാം NPK പെർ മീറ്റർ സ്ക്വയർഡ് എന്ന രീതിയിലാണ് വളപ്രയോഗം നടത്തുന്നത്. സാധാരണയായി അതായത് ആദ്യ അവസരങ്ങളിൽ ചെറിയ ചെടിയായിരിക്കുമ്പോൾ നമുക്ക് റോസ് ക്യാൻ ഉപയോഗിച്ച് നനയ്ക്കാവുന്നതാണ്. പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരേപോലെയുള്ള വെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഡ്രിപ്പ് ഇറിഗേഷനാണ്, പ്രത്യേകിച്ചും പോളി ഹൗസിൽ ഡ്രിപ്പ് ഇറിഗേഷനാണ് നല്ലത്. ഇനി നമുക്ക് ലിലിയിൽ അനുവർത്തിക്കേണ്ട സ്പെഷ്യൽ കൾച്ചറൽ പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേക്കിംഗ്. സാധാരണയായി ലിലിയിൽ സ്റ്റേക്കിംഗ് അത്യാവശ്യമില്ല. എന്നിരുന്നാലും വീക്കായിട്ടുള്ള വെറൈറ്റീസിൽ നമ്മൾ വയർ മെഷ്, പ്ലാസ്റ്റിക് നെറ്റ് ഉപയോഗിച്ച് 3 ലെയറിലായിട്ട് സ്റ്റേക്കിംഗ് നൽകാറുണ്ട്. ഇതുകൂടാതെ യൂണിഫോമായിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നു. സ്ഥിരമായി വെള്ളം നനയ്ക്കേണ്ട ആവശ്യമുള്ളൊരു വിളയല്ല ലിലിയം. എന്നിരുന്നാലും നല്ല റെഗുലറായിട്ട് വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പൂക്കൾ നമുക്ക് ലഭിക്കുന്നു. കൂടാതെ പ്രായമായ, അതായത് മഞ്ഞ കളറിലുള്ള ഇലകളും തണ്ടുകളും യഥാസമയത്ത് നീക്കം ചെയ്യുന്നതിലൂടെ ചെടിയുടെ വളർച്ചയ്ക്ക് നല്ല ഗുണകരമാവാറുണ്ട്. പൂവുകൾ കറക്റ്റ് സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ലിലിയത്തിൻ്റെ ഹാർവെസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നട്ട് 90 മുതൽ 120 ദിവസത്തിനുള്ളിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്നു. അതായത് നട്ട് 3-4 മാസത്തിനുള്ളിൽ തന്നെ കൃഷിക്കാരന് അവൻ്റെ ലാഭം കിട്ടുന്നു. അതിനാൽ ഇതിൽ താല്പര്യമുള്ള കർഷകർക്ക് പെട്ടെന്ന് ലാഭം കൊയ്യാവുന്ന ഒരു പ്രോമിസിംഗ് ആയ
ഒരു ഇനം കൂടിയാണ് ലിലിയം. പൂക്കൾ പറിക്കുമ്പോൾ കറക്റ്റ് സ്റ്റേജിൽ തന്നെ പൂക്കൾ പറിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് നേരത്തെ പറിക്കുമ്പോൾ പൂക്കൾ ശരിക്ക് വിരിയാതിരിക്കുകയും നേരം വൈകി പറിക്കുമ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയുകയും ചെയ്യുന്നു. നമ്മൾ ലോക്കൽ മാർക്കറ്റിലേക്കാണെങ്കിൽ 1 മുതൽ 2 ഫ്ലോററ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പറിക്കാവുന്നതാണ്. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക്, അതായത് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഫ്ലവർ പറിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്ലവറിൽ 1-2 ഫ്ലോററ്റ്സിൽ കളറ് വന്ന ആ സ്റ്റേജിൽ തന്നെ പറിക്കാവുന്നതാണ്. ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് 8 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റിൽ പറിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിൻ്റെ താഴത്തുള്ള ബൾബിന് നല്ല വളർച്ച ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. ഇത് നമുക്ക് അടുത്ത ക്രോപ്പിന് ഗുണം ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ബൾബ് എത്രമാത്രം വലുതാണോ അത്രയും അടുത്ത ക്രോപ്പ്, അതിൽ നിന്നുണ്ടാകുന്ന ചെടികൾക്ക് വലിപ്പം ഉണ്ടാകുന്നു. കൂടാതെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം അടിഭാഗത്തുള്ള ഒരു 5-10 സെൻറ്റിമീറ്റർ ദൂരത്തിലുള്ള ഇലകൾ സ്ട്രിപ്പ് ചെയ്ത് കളയണം. ഇതും ഫ്ലവറിൻ്റെ ക്വാളിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഫ്ലവേഴ്സ് ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്ങിലോ ആണ് പറിക്കേണ്ടത്. അങ്ങനെ പറിക്കുന്നതിലൂടെ ഫ്ലവർ കൂടുതൽ നേരത്തേക്ക് ഫ്രഷായിട്ട് ഇരിക്കാനായിട്ട് ഇതിനെ സഹായിക്കുന്നു. ലിലിയത്തിന് ഏകദേശം 30 മുതൽ 40 പൂക്കൾ 1 മീറ്റർ സ്ക്വയർഡിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. ഗ്രേഡിങ്ങിന് ചെയ്തിട്ടാണ് പൂക്കൾ പാക്ക് ചെയ്യുന്നത്. ഗ്രേഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് വില ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. സാധാരണയായി 4 പൂക്കളുള്ള ലിലിയത്തിൻ്റെ ഒരു തണ്ടിന് നമ്മൾ എ ഗ്രേഡാണ് കൊടുക്കുന്നത്. 4-ൽ കൂടുതലുണ്ടെങ്കിൽ A+, 5-6 ഉണ്ടെങ്കിൽ A+, 3 പൂക്കളുള്ളതിന് B, 2-ന് C, അതുപോലെ 1 പൂവുള്ളതിന് നമ്മൾ അങ്ങനെ D ഗ്രേഡ്. അങ്ങനെയാണ് നമ്മൾ ലിലിയത്തിൻ്റെ പൂക്കൾ ഗ്രേഡിങ് ചെയ്യുന്നത്. പൂക്കൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസിലാണ് പൂക്കൾ സ്റ്റോർ ചെയ്യുന്നത്. പൂക്കളുടെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി നമ്മൾ 2% സൂക്രോസും അതുപോലെ 100 ppm GA3 എന്നിവ ഉപയോഗിക്കാറുണ്ട്. ഏഷ്യാറ്റിക് ലില്ലിയുടെ വേസ്റ്റ് ലൈഫ് 7 മുതൽ 14 ദിവസം വരെയാണ്. ഓറിയൻ്റൽ ലില്ലിയുടേത് 10 മുതൽ 15 ദിവസം വരെയാണ്. പെർഫറേറ്റഡ് ആയിട്ടുള്ള, അതായത് ഹോൾസ് ഉള്ള ബോക്സസിലാണ് ഫ്ലവേഴ്സ് ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടി പാക്ക് ചെയ്യുന്നത്. ഇനി ലിലിയം ബൾബുകൾ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഹാർവെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലവേഴ്സ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൾബിന് വലിപ്പം കിട്ടാൻ വേണ്ടി കുറച്ച് നാൾ മണ്ണിൽ തന്നെ അങ്ങനെ നിർത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ബൾബുകൾക്ക് താരതമ്യേന വലിപ്പം കൂടാൻ ഇത് സഹായിക്കുന്നു. അതിനുശേഷം അത് കിളച്ചെടുത്തിട്ട് നമ്മൾ -2 ഡിഗ്രിയിൽ ആദ്യത്തെ 3 ആഴ്ച സൂക്ഷിക്കുകയും അതിനുശേഷം 0 മുതൽ 2 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറിൽ 2 വീക്കോളം, അതായത് 2 ആഴ്ചയോളം സൂക്ഷിക്കുന്നു. ഈ ഹില്ലി ആയിട്ടുള്ള ഏരിയയിലാണെങ്കിൽ നമ്മൾ മണ്ണിൽ തന്നെ, നനഞ്ഞ മണ്ണിൽ മണലും മിക്സ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ സൂക്ഷിക്കാറ്. മഞ്ഞ് മൂടിയിട്ടുള്ള സാധാരണയായി ഈ കൃഷി മഞ്ഞുള്ള സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞ് മൂടിയിട്ടുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ മണ്ണിനടിയിൽ തന്നെ സൂക്ഷിക്കുന്ന രീതിയും നിലനിൽക്കുന്നുണ്ട്. ലിലിയം കൃഷിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സംരക്ഷിത കൃഷിയുടെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് കാലാവസ്ഥാ ഘടകങ്ങൾ മാറ്റി നൽകാൻ നമ്മൾക്ക് ഇതിനുള്ളിൽ സാധിക്കുന്നതാണ്. ആയതിനാൽ ഈ കൃഷിയും നമ്മുടെ നാട്ടിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.